So I welcome you all, dear friends. നമുക്ക് തുടങ്ങാം. മോഡൽസ് മീൻസ് ഇമാജിനറി ആക്ഷൻസ്. ഓക്കെ, ഏതൊക്കെ ഇമാജിനറി ആക്ഷൻസ് ആണ് മോഡൽസ് നമ്മളെ മറ്റുള്ളവരിൽ എത്തിക്കാൻ സഹായിക്കുന്നത് നോക്കാം. ലൈക്ലിഹുഡ് സാധ്യത, അബിലിറ്റി കഴിവ്, റിക്വസ്റ്റ് അഭ്യർത്ഥന, കപ്പാസിറ്റി ശേഷി, സജഷൻസ് നിർദ്ദേശങ്ങൾ, ഒബ്ലിഗേഷൻ ബാധ്യത, പെർമിഷൻ അനുമതി, ഓർഡർ ആജ്ഞ, അഡ്വൈസ് ഉപദേശം. സോ മോഡൽസ് നമ്മളെ ഇത്രയും കാര്യങ്ങൾ പറയാൻ സഹായിക്കും. മോഡൽസിനെ നമ്മൾക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഇത്രയും മോഡൽസ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാ മോഡൽസിനും അതിൻ്റെതായ ഒരു പ്രയോറിറ്റി ഉണ്ട്. മസ്റ്റ് എന്ന മോഡലിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അതായത് മസ്റ്റ് ഒരു സെന്റൻസിൽ വന്നാൽ 98% ആ കാര്യം സാധിക്കും എന്ന് ഉറപ്പുണ്ട്. എന്നാൽ അതേ സ്ഥലത്ത് മൈറ്റ് വരികയാണെങ്കിൽ അത് 10% കുറവാണ്. മീൻസ് വളരെ കുറവാണ്. 10%-ൽ താഴെയായിരിക്കും ആ കാര്യം നടക്കാനുള്ള സാധ്യത. So let us see some of the priority list of this models. Must, അതിന് താഴെ will, പിന്നെ would, ought to, should, can, could, may, might. will എന്ന മോഡൽ നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഷോറിറ്റി ഉറപ്പ്, റിക്വസ്റ്റ് അഭ്യർത്ഥന, പെർമിഷൻ അനുമതി, ഡിറ്റർമിനേഷൻ നിശ്ചയം, സിമ്പിൾ ഫ്യൂച്ചർ ഭാവി, പ്രോമിസ് വാഗ്ദാനം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ will എന്ന മോഡൽ ഉപയോഗിക്കുന്നത്. ഷാൽ എന്ന മോഡൽ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നോക്കാം. സർട്ടേണിറ്റി അൺസർട്ടേണിറ്റി, ഒരു കാര്യം നിശ്ചിതമായി നടക്കും അല്ലെങ്കിൽ നടക്കില്ല. കണ്ടീഷണൽ നിബന്ധന, സീക്കിംഗ് അഡ്വൈസ് ഉപദേശം തേടാൻ, വില്ലിംഗ്നെസ് ഇഷ്ടമുള്ള പോലെ നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പ്രകടിപ്പിക്കാൻ നമ്മൾ ഷാൽ എന്ന മോഡലാണ് ഉപയോഗിക്കുന്നത്. ഇനി വുഡ് എന്ന മോഡൽ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? പൊലൈറ്റ് റിക്വസ്റ്റ് വിനീതമായ അഭ്യർത്ഥന, ഓഫർ പാസ്റ്റ് ഹാബിറ്റ് പഴയ ശീലം, അൺറിയൽ സിറ്റുവേഷൻ അസ്ഥിരമായ സാഹചര്യം, ഇൻഡയറക്റ്റ് സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിക്കും. വിഷ് ഓർ ഡിസയർ ഒരു കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ, ആരെങ്കിലും ക്ഷണിക്കാൻ ഇൻവിറ്റേഷന്, പിന്നെ പെർമിഷൻ ചോദിക്കാൻ എല്ലാം നമ്മൾ വുഡ് ഉപയോഗിക്കും. ഇപ്പൊ എല്ലാവർക്കും സ്ക്രീൻ കാണാലോ? പ്രോബ്ലം ഇല്ലല്ലോ? അപ്പൊ ഷുഡ് എന്ന മോഡലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒബ്ലിഗേഷൻ ബാധ്യത, റെക്കമെൻഡേഷൻ ശുപാർശ, അഡ്വൈസ് ഉപദേശം, എക്സ്പെക്ടേഷൻ പ്രതീക്ഷ, ലോജിക്കൽ നെസസിറ്റി യുക്തിപരമായ ആവശ്യങ്ങൾ, ഡിഡക്ഷൻ അനുമാനം, പോസിബിലിറ്റി സാധ്യത. ഇപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ കൂടെ നിങ്ങളോട് റിവൈസ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എക്സാമിൽ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോഡൽസിൽ വരാൻ പോകുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏത് മോഡൽ കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യണം എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ യൂസസ് ഓഫ് മോഡൽസ് അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണണം. അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യുക, ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിളായ എക്സെപ്ഷൻസ് വരെ എക്സാംസിൽ ചോദിക്കാറുണ്ട്. സോ എക്സെപ്ഷൻസ് വരെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളുടെ ഒരു മോഡ്യൂളൂടെ ഉണ്ട് മോഡൽസിനെ ബേസ് ചെയ്ത്. അതിൽ നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ് ലെവലിലോട്ട് ചെയ്യുവാണ്. ഇപ്പൊ തന്നെ നമ്മൾ കുറേയൊക്കെ അഡ്വാൻസ് തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ മോഡലിനെയും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസും കാണുക മോഡൽസിനെ കുറിച്ച്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോഡൽസ് പ്ലസ് നമ്മുടെ പ്രൈമറി ഓക്സിലറീസ്, അതായത് ഹാവ്, ഹാസ്, ബി ഫോം ആൻഡ് ദ ഡു ഫോം, ഇതിനെ കുറിച്ചുള്ള പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഈ രണ്ട് പ്ലേലിസ്റ്റും വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്സിലറീസ് എന്നുള്ള വേർബിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നിങ്ങൾക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അഫർമേറ്റീവ് ഫോം ഓഫ് ഷുഡ് നോക്കാം. സബ്ജക്ട് പ്ലസ് ഷുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ റൂൾ. ഇത് സാധാരണ നമ്മൾ എല്ലാ മോഡൽസിലും ഉള്ള സെയിം റൂൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് നിങ്ങൾ ആദ്യം ക്യാൻ, മേ അങ്ങനെയുള്ള മോഡൽസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള സെയിം റൂൾ തന്നെയാണ്. യു ജസ്റ്റ് ഹാവ് ടു ചേഞ്ച് ദ മോഡൽ ഹിയർ, ദാറ്റ്സ് ഓൾ. അതേപോലെ ഇതിന്റെ നെഗറ്റീവ് ഫോമിൽ നമ്മൾ ഷുഡ് നോട്ട് അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ഷുഡന്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. സോ സബ്ജക്ട് പ്ലസ് ഷുഡന്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഇൻട്രോഗേറ്റീവ് ഫോം നോക്കാം. നമ്മുടെ ക്ലോസ് ക്വസ്റ്റ്യൻ, അതായത് ആദ്യം ഓപ്ഷൻസ് ഇല്ല, ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ആൻസർ വരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം? ഷുഡ് ആദ്യം വരും, പിന്നെ സബ്ജക്ട്,
plus first form of the verb plus subject plus question mark. Question mark ഇടാൻ മറക്കാതിരിക്കുക. ഇതിന്റെ ഉത്തരം എങ്ങനെയായിരിക്കും? Yes, I should, or negative ആണെങ്കിലോ no, I shouldn't, or no, I should not. ഇനി interrogative ഫോമിലെ open ended questions, അതിൽ നമ്മൾ interrogative words ആണ് ആദ്യം ചേർക്കുന്നത്. Like what, when, where, why, how, who, with, and ഇതിനോടൊപ്പം should, പിന്നെ subject plus first form of the verb plus object. സ്ക്രീൻ എല്ലാവർക്കും കാണാലോ? പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ഇതുവരെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യുകയാണ്. പറഞ്ഞോളൂ. ഐ തിങ്ക് ഇതിന്റെ അകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നെന്ന്? You should see A doctor. I think you should see a doctor. You look very sick. Very good. Should I eat that candy? No, you shouldn't. Correct. C option ആണ് ഇതിന്റെ correct answer. Very good. Very well doing. Now, obligation. ഏതൊക്കെ മോഡൽസ് ഒബ്ലിഗേഷൻ പറയാൻ, ഒബ്ലിഗേഷൻ അതായത് ബാധ്യതയെ കുറിച്ച് ഒരു കാര്യം കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ മോഡൽസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? മസ്റ്റ്, ഷുഡ്, ought to. ought to നമ്മൾ ഇതുവരെയും കവർ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റിക്വസ്റ്റ് ആൻഡ് പെർമിഷൻ. റിക്വസ്റ്റ് ആൻഡ് പെർമിഷൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത്? ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്. അപ്പൊ ഇതെല്ലാരും ഓർത്തിരിക്കുമല്ലോ? ഓർത്തിരിക്കോ? Yes, ma'am. Okay. So will or shall plus first form of the verb ഉപയോഗിച്ച് വേണം നമ്മൾക്ക് ഈ blank complete ചെയ്യാൻ. So let's try. Someone's at the door. ഇനി blank നിങ്ങൾ complete ചെയ്യാൻ നോക്കണം. Who it is ഒടുവിൽ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ will or shall ഏതായിരിക്കും ഉപയോഗിക്കേണ്ടത് അത് ആദ്യം പറയുക. ആൻഡ് അതിന്റെ കൂടെയുള്ള verbsഉം കൂടെ നിങ്ങൾ ഗസ് ചെയ്യുക. ഓക്കെ, നോക്കാം പറ്റുമോന്ന്? Shall I open Shall I? and check who it is? Shall I open? Okay, shall I open and check who it is? oh, okay, and check or see who it is. Very good. It's dark in here. I Will switch on the light. will switch on the light. Okay. Your flight leaves in 3 hours. ഇതൊരു ചോദ്യമാണ്. Shall I take you a taxi? Shall I take you a taxi? Shall I? Okay, any other verb will also do. First form I വേണം. Call a taxi. Yes, call a taxi. Very good. Correct. Your bag looks very heavy. Shall I carry it for you? Very good. Shall I carry it for you? Very correct. I can see you like that shirt. I can see you like that shirt. I Will buy it for you. will buy it for you is very good answering. നമുക്ക് correct answers നോക്കാം. Someone's at the door. Shall I go and see who it is? It's dark in here. I will turn on the light. Your flight leaves in 3 hours. Shall I call you a taxi? Your bag looks very heavy. Shall I carry it for you? I can see you like that shirt. I will buy it for you. I think almost all the answers are correct. Excellent. Very good. Very good going. ഇനി complete the sentences with shall or will. അപ്പൊ shall or will ന്റെ റൂൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് റൂൾ? shall നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പേഴ്സന്റെ കൂടാണ് shall കൂടുതലും ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഏതൊക്കെയാണ്? ആർക്കെങ്കിലും അറിയാം? I, we. Yes, and will നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സന്റെ കൂടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, ഫസ്റ്റ് പേഴ്സണോടൊപ്പം will ഉപയോഗിക്കാറുണ്ട്. So let's see if you are able to tell me the correct answer. Shall we attend the conference tomorrow? Yes, shall we attend the conference tomorrow morning is very correct. Very good. Second one. I will be a teacher. Very good. ഇവിടെ എന്തിനാ will ചേർക്കുന്നത് shallന് പകരം? Wish, ഒരു wish, desire. വെരി ഗുഡ്. ഒരു ഡിസയർ ആയതുകൊണ്ടാണ്, ഒരു വിൽ, ഒരു ഡിറ്റർമിനേഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ചേർക്കുന്നത്. എക്സലന്റ്. ഓക്കെ, ഷീ will turn. Okay, that's correct. She will turn 16 next June. അടുത്ത Shall I drive you to the train?
Yes, shall I drive you to the train station? ഇതൊരു വിനീതമായ റിക്വസ്റ്റ് ആയിരിക്കാം. യെസ്, അടുത്ത Shall I get you a glass of Shall water? I get you a glass of water? വെരി കറക്റ്റ്. Shall I get you a glass of water? Okay, what? ഇതെന്തായിരിക്കും? What will we prepare? What will we prepare for dinner tonight with your cousins? What shall we? What What shall we ആയിരിക്കും shall we കൂടുതൽ do? ശരി കേട്ടോ. What shall we? Okay. She will have lots of pets. Yes, future നെ കുറിച്ചാണ് പറയുന്നത്. She will. Okay, അടുത്ത I shall. I shall forget my friends when I grow up. അത് ശരിയാണോ? ന്യായമാണോ? നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മറന്നു പോകുന്നത് ശരിയാണോ? No, അപ്പൊ എന്ത് ചെയ്യണം? we should be. Or will ആണേലോ? I will not. I will not അല്ലെങ്കിൽ I won't. I won't. Correct. I won't forget my friends when I grow up. അടുത്ത ഇനി ഇവിടെ shall or will ചേർത്ത് പറയേണ്ടതാണ്. I will ask my sister to write the letter. I will ask my sister to write. I will ask my sister to write a letter. Okay, അടുത്ത They will eat after the award ceremony. they will eat after the award ceremony. അടുത്ത correct ആണ്? Shall we talk about Shall this we out? talk about this outside. Yes, correct. Shall we talk about this outside? Very correct, Anna. So let me welcome Shine student Devangana Suresh, student Kirtana Ziza. Welcome everyone. You should raise your hand. You in should raise your hands in raise your hands in class. You should raise your hand in class, is correct. Very good. അടുത്തത് You will get You a will medal if you stand. first. You will get a medal if you stand first. Very good. Shall I help you? Shall I help you? Will go. Correct. അടുത്തത് the train stopped at the station, but it left soon. It should or would have stopped longer. Many passengers were left back. It should have It stopped should longer. have. It should have stopped longer. Is correct. എന്തുകൊണ്ടാ should? കാരണം അതൊരു ഒബ്ലിഗേഷൻ ആണ്. അത് കുറച്ച് നേരം കൂടെ നിന്നിരുന്നെങ്കിൽ മറ്റുള്ള പാസഞ്ചേഴ്സിനോട് കയറാമായിരുന്നു. Okay. The soldiers should or would serve the country. Should serve the country. Should serve the country. Why? Because it's an obligation. Correct. അടുത്ത it's a duty, it's a responsibility. അടുത്ത you dash consult the thesaurus if you need groups of synonyms for those words. ഇവിടെ had to ഉണ്ട്, need to ഉണ്ട്, used to ഉണ്ട്, might ഉണ്ട്. ഏതായിരിക്കും correct option? You need to. Need to. You need to consult the thesaurus if you need groups of synonyms for those words. Need രണ്ട് പ്രാവശ്യം വരും. നമ്മൾ need രണ്ട് പ്രാവശ്യം സെന്റൻസ് ഉപയോഗിക്കാറുണ്ടോ? Do we use them? You might consult. You might consult the thesaurus if you need groups of synonyms for those words. നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. മൈറ്റ് ആണോന്ന്. You had to consult. അത് ശരിയാണോ? ഇത് പാസ്റ്റ് ഫോം വരുമോ? ഇല്ല. അപ്പൊ ഇത് പറ്റത്തില്ല. You need to consult the thesaurus. Need രണ്ട് പ്രാവശ്യം വരില്ല. You used to അതും വരില്ല. കാരണം ഇത് പാസ്റ്റ് റെഫറൻസ് പോലെ വരും. അപ്പോൾ ശരിയായ ഓപ്ഷൻ എന്താണ്? Might. Okay. So you might consult the thesaurus if you need groups of synonyms for those words. Clear? Okay. ഇനി അടുത്തത് പറഞ്ഞേ. Shall I help you with your luggage? ഇതിൽ പെർമിഷൻ ആണോ, ഓഫർ ആണോ, സജഷൻ ആണോ? എന്താ വരുന്നത്? Offer. Offer ആ വരുന്നത്. Okay. Shall we say 2:30 then? Suggestion. Okay. Shall I do that or will you? Permission. Shall I do that or will you? Permission. Okay. So your answers are correct. ഇനി അടുത്ത I can't see any taxis, so I will walk. Decision. Decision ആണ്. Okay. I will do that for you if you like. Decision, offer, promise. ഏതാ? Offer. Offer. I will come back on Wednesday. Promise. Promise. Correct. ശരിയാണ്.
അടുത്ത